നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലെ വഴുതന തൈകളാണ്. അപ്പോൾ ഇതൊരു 6 മാസത്തോളം പ്രായമായ വഴുതന തൈകളാണിത്. വഴുതനയ്ക്ക് നേരിയ രീതിയിലുള്ള പരിചരണം മാത്രം മതി. ഇത് കണ്ടില്ലേ, നാടൻ വഴുതനങ്ങയാണ്. ഇതിന് സാധാരണ ഫംഗസ് ബാധകളാണ് ഏൽക്കാറുള്ളത്. അപ്പോൾ അത് ഒരു പരിധിവരെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് ബാധകളൊക്കെ മാറിക്കിട്ടും. വഴുതനത്തൈ ഒരു 20 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നൈട്രജൻ അടങ്ങിയ വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാരണയായിട്ട് ചെയ്തത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന എത്രയാണോ അതിൻ്റെ 5 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരാനുള്ള സഹായിക്കും അത്. വഴുതന ഏകദേശം ഒരു 40-45 ദിവസം കഴിയുമ്പോഴേക്കും പൂത്തു തുടങ്ങും. അപ്പോൾ ഈ പൂക്കുന്ന സമയത്താണ് കൂടുതലും പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചാരം വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും അത് സഹായിക്കും. പിന്നെ നമ്മളുടെ വീട്ടിൽ കളയുന്ന കഞ്ഞിവെള്ളം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ വിളവ് ലഭിക്കാൻ. വഴുതന പൂത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാനുള്ള ഒരു പാകത്തിലാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ വഴുതന വിളവെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.